അമർനാഥ് പാതയിൽ വീണ്ടും വൻ സുരക്ഷാ ഭീഷണി. പോലീസ് ബാരിക്കേഡ് തകർത്തുകൊണ്ട് സംശയാസ്പദമായ രീതിയിൽ ഒരു കാർ പാഞ്ഞു കയറിയിരിക്കുകയാണ്. പിന്നിൽ വീണ്ടും പാകിസ്ഥാന്റെ ഭീകരാക്രമണ നീക്കമാണോ എന്ന സംശയം ഉയരുന്നു. ഇന്ത്യയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇതിനു മുൻപും ഇന്ത്യയിൽ വലിയ രീതിയിൽ ഭീകരാക്രമണങ്ങൾ നടത്താൻ പാകിസ്ഥാൻ പദ്ധതിയിടുകയും അത് നടപ്പിലാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇത് വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുകയാണ്. മാത്രമല്ല, ഇതിനു മുൻപും ഇതിന് പിന്നിലും പല രീതിയിലും പാകിസ്ഥാൻ ആകട്ടെ അവരുടെ രീതിയിൽ ഇന്ത്യയെ ആക്രമിക്കാനുള്ള തക്കം പാർത്തിരുന്നു കൊണ്ട് ഇന്ത്യയെ ആക്രമിക്കാൻ അവർ ഗൂഢാലോചന നടത്തിയിരുന്നു. ജമ്മു കാശ്മീരിലെ അമർനാഥ് തീർത്ഥാടന പാതയിലാകട്ടെ വീണ്ടും ഇത്തരത്തിൽ ആശങ്ക ഉയരുകയാണ്. അതുമാത്രമല്ല, റംബാദ് ജില്ലയിലെ ചന്ദേൻകോട്ടയിൽ പോലീസിന്റെ ബാരിക്കേഡ് തകർത്തുകൊണ്ട് സംശയാസ്പദമായ ഒരു സ്കോർപിയോ കാറാണ് അതിവേഗത്തിൽ കടന്നുപോയ സംഭവം. അത് ഇവിടെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ശ്രീനഗറിൽ നിന്നുകൊണ്ട് ജമ്മുവിലേക്ക് എത്തിയ വാഹനം പരിശോധനയ്ക്കായി തന്നെ നിർത്താൻ പോലീസ് സിഗ്നൽ നൽകിയെങ്കിൽ പോലും ഡ്രൈവർ അത് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പാഞ്ഞു കുതിക്കുകയായിരുന്നു. വാഹനം തടയാൻ പോലീസ് 3 റൗണ്ട് വെടിവെച്ചെങ്കിലും കാർ അവിടെ വലിയ രീതിയിൽ പാഞ്ഞു കയറി ആ ഭാഗത്ത് നിന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടാണ് ഈ കാർ അവിടുന്ന് പോയിരിക്കുന്നത്. ഇതിന് പിന്നാലെ തന്നെ ജമ്മു കാശ്മീർ പോലീസ്, CRPF, ഇന്ത്യൻ സൈന്യം എന്നിവ സംയുക്തമായി വൻ തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഈ സംഭവം നടന്നത് അതീവ നിർണായകമായ സമയത്താണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന്റെ വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് തന്നെ അവിടെ കർശന സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ശേഷം അമർനാഥ് യാത്ര വീണ്ടും ആരംഭിച്ച മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ സുരക്ഷാ വീഴ്ചയുണ്ടായിരിക്കുന്നത്. ഭഗവതി നഗർ ബേസ് ക്യാമ്പിൽ നിന്നുകൊണ്ട് 100 കണക്കിന് തീർത്ഥാടകർ ഗുഹാക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചതിന് പിന്നാലെയായിരുന്നു സംശയാസ്പദമായ വാഹനത്തിന്റെ നീക്കമുണ്ടായത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി തന്നെ ജമ്മു കാശ്മീരിൽ തീർത്ഥാടകരെയും സാധാരണക്കാരെയും ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ഭീകര ശ്രമങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഈ സംഭവം അതീവ ഗൗരവത്തോടെയാണ് സുരക്ഷാ ഏജൻസികൾ കണക്കാക്കുന്നത്. അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള ഭീകര നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും പാകിസ്ഥാൻ ആസ്ഥാനമായ ഭീകര സംഘടനകളുടെ സാന്നിധ്യവും ഇന്ത്യ നിരന്തരം ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യത്തിൽ ഈ സംഭവത്തിന് പിന്നിലും അത്തരം ഒരു ബന്ധമുണ്ടായെന്ന കോണിൽ അത്തരത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണിപ്പോൾ. എന്നാൽ ഇതുവരെയും ഏതെങ്കിലും ഒരു ഭീകര സംഘടനയുടെ പങ്ക് അധികൃതർ ഔദ്യോഗികമായും സ്ഥിരീകരിച്ചിട്ടില്ല. സംഭവത്തിന് പിന്നാലെ തന്നെ ഈ മേഖലകളിൽ, അതായത് ബനിഹാർ, ഉധംപൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വാഹന പരിശോധന കർശനമാക്കിയിരിക്കുകയാണ്. ദേശീയപാതയിലും തീർത്ഥാടന പാതയിലും എല്ലാം തന്നെ കൂടുതൽ സൈനികരെയും അർദ്ധ സൈനിക വിഭാഗത്തെയും വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഡ്രോണുകളും സാങ്കേതിക നിരീക്ഷണ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ വാഹനത്തിനായുള്ള തിരച്ചിൽ നടക്കുകയാണ്. അമർനാഥ് യാത്രയുടെ സുരക്ഷ ഒരു ദേശീയ സുരക്ഷാ വിഷയമായി തന്നെ കണക്കാക്കുന്ന സാഹചര്യത്തിൽ ചെറിയൊരു സംശയാസ്പദ നീക്കത്തെയും പോലും വിട്ടുവീഴ്ച ചെയ്യാൻ സുരക്ഷാ സേന തയ്യാറല്ല എന്നതാണ് ഈ സംഭവത്തിന് പിന്നാലെ തന്നെ സ്ഥിരീകരിച്ച നടപടികൾ വ്യക്തമാക്കുന്നത്. സംശയാസ്പദമായ രീതിയിൽ വാഹനം കണ്ടെത്തുവാനും അതിലുണ്ടായിരുന്നവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നതും കണ്ടെത്തുന്നതിനാൽ തന്നെ അതിന് മാത്രമേ ഈ സംഭവത്തിന്റെ യഥാർത്ഥ ചിത്രം വിശദീകരിക്കാൻ സാധിക്കൂ. അതുവരെയും ജമ്മു കാശ്മീരിലെ അമർനാഥ് യാത്ര അതീവ സുരക്ഷാ വലയത്തിനുള്ളിൽ തന്നെ തുടരുമെന്നതാണ് ഇപ്പോൾ അധികൃതർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.